സന്നിധാനത്തേക്ക് ഇന്നലെ കൊല്ലത്ത് നിന്നും വനിതകളടങ്ങിയ ഒരു സംഘം എത്തിയിരുന്നു. പക്ഷേ വലിയ തിരക്ക് കാരണം അവർക്ക് ദർശനം നടത്താൻ കഴിഞ്ഞില്ല. ഇപ്പോൾ അവർ വീണ്ടും സന്നിധാനത്തേക്ക് എത്തിയിരിക്കുന്നു. ADGP S. ശ്രീജിത്ത് അവർക്ക് ദർശനത്തിന് വേണ്ട സൗകര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അവരിപ്പോൾ നമ്മോടൊപ്പമുണ്ട്. അവർ ഇപ്പോൾ സന്തോഷമായോ ദർശനം? ഭയങ്കര സന്തോഷമോ, ഇതുപോലൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ADGP ശ്രീജിത്ത് എന്തു പറഞ്ഞു? നമ്മൾ എന്തായാലും ഒന്ന് കൊണ്ടുവന്ന് കാണിച്ചിട്ടേ വിടത്തുള്ളൂ. എന്താ നെയ്ത്തേങ്ങൊക്കെ ആരെയാണ് ഏൽപ്പിക്കുന്നത്? ഇവിടെ വരെ ഇതാണ്ട് വരെ കൊടുത്താൽ ഇവരങ്ങ് ചെയ്യാന്ന് പറഞ്ഞു. എത്ര പേരാണ് നിങ്ങൾ വന്നത്? ഞങ്ങൾ ഇന്നലെ 17 പേര്, കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു അല്ലേ? മാഡം സന്തോഷമായി അല്ലേ? സന്തോഷമായി, വളരെ സന്തോഷമായി. ഞാനാണ് വണ്ടി വിളിച്ചത്. അപ്പൊ ഇവരെ കാണിക്കാൻ പറ്റാന്ന് എനിക്ക് സങ്കടമായിരുന്നു. എവിടം വരെ നിങ്ങൾ വന്നു? ഞങ്ങളിവിടെ മരക്കൂട്ടം വരെ, മരക്കൂട്ടം വരെ വന്നിട്ട് പിന്നെ തിരിച്ചുപോയി. വന്നിട്ട് നിങ്ങൾ തിരിച്ചുപോയി അല്ലേ? തിരിച്ചുപോയി. അത് തിരിച്ചു പോയപ്പോ വലിയ വിഷമം തോന്നി. കരഞ്ഞോണ്ടാ ഇവിടെ നിന്ന് ഇറങ്ങിയത്. തിരിച്ച് അവിടെ ഇന്ന് രാവിലെയും ഒരുപാട് കരഞ്ഞ് വിഷമമായിട്ട്. എങ്ങനെ നിങ്ങൾക്ക് തിരിച്ചു വരാൻ എങ്ങനെയാണ്? ചാനലുകാർ വന്ന് ഇത് കണക്കോലെ നമ്മളിങ്ങനെ നിന്നപ്പോഴത്തേക്ക് അവര് ചോദിച്ചു ചാനലുകാർ ആണാന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ അവരാണ് തിരിച്ച് എത്താമെന്നുള്ളൊരു അറിയിപ്പ് നിങ്ങൾക്ക് കിട്ടി. അങ്ങനെയാണ് ഞങ്ങൾ തിരിച്ച്. അപ്പൊ സുഖമില്ല, തിരിച്ച് കയറാനും ഇറങ്ങാനും വയ്യ. അപ്പോഴും പറഞ്ഞു നമ്മളെങ്ങോട്ട് എത്തിക്കാണ്. സന്തോഷമായി, ഭയങ്കര സന്തോഷം. അവർക്ക് വളരെയധികം സന്തോഷമായി. ശ്രീജിത്ത് സാർ, ADGP S. ശ്രീജിത്ത് സാർ തന്നെ അവിടെ അവരോടൊപ്പമുണ്ട്. അവർ അദ്ദേഹത്തെ നേരിട്ട് കാണുകയും അവർക്ക് എല്ലാ ദർശന സൗകര്യവും ഒരുക്കി കൊടുക്കുകയും ചെയ്തു. സാർ, ഇപ്പോൾ എല്ലാവർക്കും ദർശനം കൊടുത്തു അല്ലേ? അവർക്ക് എല്ലാവർക്കും സൗകര്യം. മാളികപ്പുറത്ത് കൊണ്ടുപോകണം. ഞാൻ ആളെ വിട്ടിട്ടുണ്ട്. പോയി തൊഴുതിട്ട് വരട്ടെ. ഏതായാലും അവർ പോയി തൊഴുതിട്ട് വരട്ടെ എന്ന് തന്നെയാണ് ADGP S. ശ്രീജിത്ത് വ്യക്തമാക്കിയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനയൻ രാജിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, സന്നിധാനം.